നമസ്കാരം. ഈ കാണുന്ന ഒരു ക്രൗഡ് ഉണ്ടോ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, 2000-ഓളം വരുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരുമിച്ച് കൂടുന്ന ഒരു കോൺക്ലേവ് ആണ് ഇൻഡസ് മോട്ടോഴ്സിന്റെ കോൺക്ലേവ്. ഈ ഒരു കോൺക്ലേവിലേക്കാണ് നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുന്നത്. ഇൻഡസ് മോട്ടോഴ്സ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 50,000 കാറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ എല്ലാവരും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ആഘോഷം നടക്കുന്നത്. 1986 മുതൽ നടന്ന ഓരോ ഇനോഗ്രേഷൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവരുടെ ഓരോ വർഷത്തെ വളർച്ചയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 2026 വരെ എങ്ങനെയാണ് നടന്നിരിക്കുന്നത്. അപ്പം ഓരോ പടിപടിയായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു വളർച്ചയും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സാറേ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു സാറേ? സുഖമായിരിക്കുന്നു സാറേ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കോൺക്ലേവ്. എങ്ങനെ സാധിക്കുന്നു സാറേ ഇത് ഇങ്ങനെ? തീർച്ചയായിട്ടും നമ്മൾ അറിയാം, 50,000 കാറുകളാണ് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷം ഇൻഡസ് മോട്ടോഴ്സ് കേരളത്തിലും ചെന്നൈയിലുമായിട്ട് വിറ്റഴിച്ചത്. അതെ. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു സിംഗിൾ ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു സാമ്പത്തിക വർഷം 50,000 കാറുകൾ ഒരു ഡീലർ വിൽക്കുക എന്നുള്ള വലിയൊരു ചരിത്ര വിജയം ഇൻഡസ് മോട്ടോഴ്സ് നേടി. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതാണ്ട് 1800-ലധികം വരുന്ന സെയിൽസ് ടീമിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണിത്. തീർച്ചയായിട്ടും ഇൻഡസ് അങ്ങനെ വലിയൊരു അച്ചീവ്മെൻ്റ് നടത്തിയപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇൻഡസിൻ്റെ ശരിക്കുള്ള ആർമീസ്, അവരെ കൂടെ ഈ ഒരു സെലിബ്രേഷൻ്റെ പാർട്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇങ്ങനൊരു കോൺക്ലേവിന് ഒരു ഫോർമുലേഷൻ കൊണ്ടുവന്നത്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിലുമുള്ള സെയിൽസിൻ്റെ ടീം മെമ്പേഴ്സ് മുഴുവൻ ആളുകളും ഞങ്ങൾ കൊച്ചിയിൽ അവരെ കൊണ്ടുവരികയും ഈ 50,000-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുകയും അവർക്കുള്ള റെക്കഗ്നേഷൻ കൊടുക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ സാറേ, അതിന്റെ ഒരു ഭാഗമായിരിക്കുമല്ലോ അല്ലെ ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആർമി അല്ലെ? എങ്ങനെ ഇവരെ കൊണ്ടു നടക്കണം? ഈ 2,500-ഓളം സെയിൽസ്മാൻമാര് അവരാണല്ലോ നമ്മുടെ ഈ ഒരു ഇൻഡസ് മോട്ടോഴ്സിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അല്ലേ? എങ്ങനെ സാധിക്കുന്നു? ഇൻഡസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഓട്ടോ ഡീലേഴ്സിൽ ഒരു ഡീലേഴ്സാണ് ഇൻഡസ് മോട്ടോഴ്സ്. അപ്പോൾ ഇൻഡസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഒന്ന്, ഇൻഡസിൻ്റെ കേരളത്തിലെമ്പാടുമുള്ള നെറ്റ്വർക്കിൽ ഇന്ന് ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു കോമ്പൻസേഷൻ പാക്കേജാണ് നമ്മൾ സെയിൽസ് ടീമിന് കൊടുക്കുന്നത്, നമ്പർ 1. പിന്നെ ഇൻഡസ് എന്നുള്ളൊരു ബ്രാൻഡ്, അവർക്ക് ഏറ്റവും നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ കൊടുക്കുന്നു. മറ്റൊരു കാര്യം, അവർക്ക് ഏറ്റവും നല്ല കരിയർ ഗ്രോത്ത് ഇൻഡസ് മോട്ടോഴ്സിൽ കൊടുക്കുന്നു. ഇപ്പോൾ ഇൻഡസ് മോട്ടോഴ്സിലുള്ള സെയിൽസിൻ്റെ മിഡിൽ ലെവലിലും സീനിയർ ലെവലിലുള്ള മാനേജേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാണ്ട് ഒരു 99%-ഉം സെയിൽസിന്റെ ഏറ്റവും ബോട്ടത്തിൽ ജോയിൻ ചെയ്ത ആളുകളാണ്. ഒന്ന്, നമ്മൾക്ക് അവർക്ക് വേണ്ട ഏറ്റവും ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കുന്നു, അതും ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് പാക്കേജ് നമ്മൾ ഓഫർ ചെയ്യുന്നു. 2, അവർക്ക് നല്ലൊരു വർക്കിംഗ് എൻവറോൺമെന്റ് നമ്മൾ കൊടുക്കുന്നു. അവർക്ക് ഏറ്റവും നല്ല ടെക്നോളജി സപ്പോർട്ട് കൊടുക്കുന്നു. മറ്റൊരു കാര്യം, അവർക്ക് ഏറ്റവും നല്ല കരിയർ ഗ്രോത്ത് നമ്മൾ കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ സമന്വയിപ്പിച്ച് വരുന്ന ഡീലേഴ്സ് ഇന്ന് ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇത്രയും ആളുകൾ ഇൻഡസ് മോട്ടോഴ്സിൽ അവരവരെ കരിയർ കണ്ടിന്യൂ ചെയ്യാനും ഇൻഡസ്ട്രിയിൽ നിന്ന് ഗ്രോ ചെയ്യാനും ഉള്ള റീസൺ എന്നുള്ള. അതെ, ഞാനത് കണ്ടു. 25 വർഷമായിട്ട് പ്രൊമോഷൻ ഒന്നും ഇല്ലാണ്ട് സെയിൽസ് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. അതെ, അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ആൾക്കാരാണെന്ന് വെച്ചാൽ ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചപ്പം അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് സെയിൽസ് ആണ് ഹരമാണ്, ഒരു കല പോലെയാണ് കൊണ്ടു നടക്കുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് തന്നെ പാഷനായിട്ട് സ്വീകരിച്ച പല ആളുകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവരെ സ്വന്തം നാട്ടില് അവരെ പാരൻസിനെ അല്ല അവരെ ഫാമിലിയെ കണ്ടുകൊണ്ട് ഏറ്റവും ഡീസെന്റ് ആയിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവന്യൂ ഇൻഡസ് മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മോട്ടിവേഷനാണ്. അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടോ അല്ല മറ്റെന്തെങ്കിലും ദൂരദേശങ്ങളിൽ പോയിട്ടോ ചെയ്യുന്നതിലപ്പുറം അവരുടെ സ്വന്തം നാട്ടില് അവർക്ക് ജോലി ചെയ്യാനും അതിനനുസൃതമായിട്ടുള്ള നല്ലൊരു കോമ്പൻസേഷൻ അവർക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇൻഡസ് മോട്ടോഴ്സ് കൊടുക്കുന്നു. ഇത് ഇൻഡസിന് മാത്രമേ അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കാൻ പറ്റൂ. കാരണം ഇന്ന് കേരളത്തിലെമ്പാടും ഏതാണ്ട് 100ഓളം ഷോറൂമുകളും
ഏതാണ്ട് ഒരു 90ഓളം സർവീസ് സെന്ററുകളും നമുക്കുണ്ട്. അപ്പോൾ മൊത്തം ഇൻഡസിന്റെ എംപ്ലോയി സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏതാണ്ട് 7600ഓളം എംപ്ലോയീസ് ആണ് ഇൻഡസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കീഴിൽ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. എന്തായാലും കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാറേ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ട്. സാറേ ഉള്ളതാണോ ഈ 50,000 വണ്ടി വിറ്റു എന്നൊക്കെ പറയുന്നത് ശരിയാണോ? 50,000 വണ്ടി ഞങ്ങൾ ബില്ല് ചെയ്ത വണ്ടികളല്ല. 50,000 വണ്ടി ബില്ല് ചെയ്ത് അത് വാഹനിൽ രജിസ്റ്റർ ചെയ്തു. വാഹനില് പരിവാഹനിൽ രജിസ്റ്റർ ചെയ്തു. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത ടാർഗറ്റ് 50,000 ആണ്. അപ്പോൾ ഞങ്ങൾ ഈ മിഷൻ 50,000 സെറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും ശരിക്കും കസ്റ്റമർക്ക് രജിസ്റ്റർ ചെയ്ത് ഡെലിവറി ചെയ്യണം എന്നുള്ള ഒരു മിഷനാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ മാർച്ച് മാസം 31 അവസാനിച്ചപ്പോൾ 50,482 വാഹനങ്ങൾ ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം പരിവാഹനിൽ രജിസ്റ്റർ ചെയ്ത് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തു. ഓ, അപ്പോൾ നമ്പറായ വണ്ടികളാണ്. 50,482 വെഹിക്കിൾ പരിവാഹനിൽ രജിസ്റ്റർ ചെയ്ത വണ്ടികളാണ്. 2025-26. ഇനി 26-27 എന്താണ്? അപ്പോൾ ഞങ്ങൾ 26-27 സെറ്റ് ചെയ്ത് ഈ 60,000 സെയിൽസ് ആണ്. 60,000 വണ്ടി. ഓക്കെ. ഇപ്പോ ഈ 50,000 വണ്ടി ഒരു ഓൾ ഇന്ത്യ റെക്കോർഡാണ്. ഓൾ ഇന്ത്യ റെക്കോർഡാണ്. ഒരു ഡീലർ ഗ്രൂപ്പും 50,000 ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇനി ഞങ്ങളുടെ റെക്കോർഡ് തന്നെയാണ് ശരിക്കും ഞങ്ങൾ ഈ വർഷം ബ്രേക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 60,000 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 60,000 വണ്ടി 26-27 60,000 സെയിൽസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം ഇത് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ഒരു റെക്കോർഡ് ബ്രേക്ക് ആണ്. ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ റെക്കോർഡ്. ഈ ഒരു ഡീലർഷിപ്പ് ഇത്രയും. യെസ്. ഓ, ശരിക്കും പറഞ്ഞാണല്ലോ ഈ ടീമിനെ ഇങ്ങനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഫ്രണ്ടില് ഒരു വലിയ ടീമാണ് നിൽക്കുന്നത്. 2000 സെയിൽസ്മാൻമാരല്ലേ? ഇന്ന് ഇൻഡസ് മോട്ടോഴ്സിന്റെ കേരളത്തിലും ചെന്നൈയിലുമുള്ള 2000 സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആണ് ഇപ്പോൾ ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവരെല്ലാവരും കൊച്ചിനിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നൊരു ഫുൾ ഡേ ഞങ്ങളുടെ സെയിൽസ് കോൺക്ലേവ് ആണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനും അവരിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആളുകൾക്കുള്ള അവാർഡുകളുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ 2000 ആളുകൾ ഇപ്പോൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇൻഡസ് മോട്ടോഴ്സിന് കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഞങ്ങൾക്ക് സെയിൽസ് ഉണ്ട്, സർവീസ് സെന്റർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ ചെന്നൈ സിറ്റിയിൽ വർക്ക് ചെയ്ത് ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഈ പ്രോഗ്രാമിന് എത്തിയിട്ടുണ്ട്. അവരാണ് ശരിക്കും ഇൻഡസ് മോട്ടോഴ്സിന്റെ ഈ സെയിൽസിന്റെ പില്ലേഴ്സ്. അവരാണ് ശരിക്കും ഈ സെയിൽസ് ഈ ഒരു നമ്പറിലേക്ക് ശരിക്കും ഇൻഡസ്ട്രി. പിന്നെ നമ്മളെ കാണുന്ന വ്യൂവേഴ്സ് അല്ലേ, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻഡസ് മോട്ടോഴ്സ് 1986 സ്റ്റാർട്ട് ചെയ്തത്. 86 ഞങ്ങളിപ്പോ ഈ വർഷം 40 വർഷം പൂർത്തിയാക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ കാലയളവിൽ ഇൻഡസ് മോട്ടോഴ്സ് 8 ലക്ഷം വാഹനങ്ങൾ വിറ്റു. 8 ലക്ഷം കസ്റ്റമേഴ്സിലേക്ക് പുതിയ മാരുതി വാഹനങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ശരി. അതുപോലെ തന്നെ ഇൻഡസിന്റെ കേരളത്തിൽ എമ്പാടുമുള്ള സർവീസ് സ്റ്റേഷൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ 15 കിലോമീറ്റർ സ്പാനിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റുന്ന തരത്തിലേക്ക് സർവീസ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസ് സ്റ്റേഷനിൽ ശരിക്കും ഒരു വർഷം സർവീസിനായിട്ട് എത്തുന്നത് ഏതാണ്ട് 8.5 ലക്ഷം കസ്റ്റമേഴ്സാണ്. ഈ വർഷം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന സർവീസിന്റെ ടാർഗറ്റ് 9 ലക്ഷമാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ വിറ്റ ഞങ്ങളുടെ 8 ലക്ഷം സെയിൽസിലുള്ള കസ്റ്റമേഴ്സും ഓരോ വർഷവും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന സർവീസിന്റെ കസ്റ്റമേഴ്സുമാണ് ഇൻഡസ് മോട്ടോഴ്സിന്റെ ഈ സക്സസിന്റെ പിന്നിൽ. അവര് വഴി വരുന്ന ബിസിനസ്സും അവരുടെ റെഫറൻസിലും ആണ് ഇൻഡസ് മോട്ടോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറയണ ഞാനും ഒരു ഇൻഡസിന്റെ ഒരു ഭാഗമാണെന്ന് വേണം പറയാം. ഇൻഡസിൽ നിന്നാണ് 2 വണ്ടി എടുത്തിരിക്കുന്നത്. സാറിനോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ 2021 ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്യുന്നത്. അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. അപ്പം സാറേ എന്തായാലും ഈ ഒരു അച്ചീവ്മെന്റിന് എന്തായാലും കൺഗ്രാറ്റ്സ് സാർ. എന്തായാലും ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയൊരു കോൺക്ലേവ് ആണ് കേട്ടോ നടന്നത്. അതായത് 50,000 വാഹനങ്ങൾ ഇൻഡസ് മോട്ടോഴ്സ് കേരളത്തിൽ മാത്രം വിൽക്കുക എന്ന് പറയുമ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഡീലർ എന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൽ 5 വാഹനങ്ങൾ, ഏത് ബ്രാൻഡും ആയിക്കോട്ടെ, 5 വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഇൻഡസ് മോട്ടോഴ്സിൻ്റെ വകയായിരിക്കും പോയിരിക്കുന്നത്, വിറ്റിരിക്കുന്നത്, രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതെന്നാണ്. എന്തായാലും കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ചെയർമാനായിട്ടുള്ള അബ്ദുൾ വഹാബ് സാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഓരോ സ്പീച്ചും കേൾക്കുമ്പോഴുള്ള രോമാഞ്ചിഫിക്കേഷൻ വരും. സെയിൽസ്മാൻമാർക്കൊക്കെ അത്രയും ബൂസ്റ്റപ്പ് കൊടുക്കുന്ന രീതിയിലാണ്. ഇൻഡസ് മോട്ടോഴ്സ് 30ഓളം ഷോറൂമുകളാണ് ഇനി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്കൊരു ജോലി നോക്കുന്നവരാണ് എങ്കിൽ. ഇൻഡസ് മോട്ടോഴ്സിനെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.